പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തു പറയണമെന്നറിയാൻ വയ്യ. 18 വർഷം മുൻപ് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അന്ന് മുതൽ എൻ്റെ സഹോദരൻ മാത്രമല്ല, എൻ്റെ പിതാവും കൂടെയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹോദരൻ നല്ല എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. കഴിഞ്ഞ ആശുപത്രിയിലുണ്ടാകുന്നതിൻ്റെ ഞായറാഴ്ച അമ്മ എൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അമ്മ കൊച്ചിൻ്റെ അടുക്കലോട്ട് പോകുമെന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക പറഞ്ഞു വിട്ടു. അന്ന് രാത്രി ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ആഹാരം കഴിച്ചു. എന്നെ മാവേലിക്കര എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. അന്ന് എന്നോട് യാത്ര പറഞ്ഞു പോയതാണ്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു 2 മണിയൊക്കെ 2-2:30 കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു, എനിക്ക് സമയം ശരിക്കറിയത്തില്ല. എൻ്റെ ഇളയമ്മാച്ചൻ്റെ മോൾ ജീന മോൾ എന്നെ വിളിച്ച് ഒരു ഫോട്ടോ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു, ചേച്ചി ഇത് തമ്പച്ചാച്ചൻ്റെ സ്കൂട്ടറും തമ്പച്ചാച്ചൻ്റെ അഡ്രസ്സാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ സഹോദരൻ്റെ സ്കൂട്ടറിൻ്റെ പടവും വാർത്തയും കണ്ടു. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. ഉടനെ ഞങ്ങളെല്ലാവരും റെനി ചേച്ചിയെ വിളിച്ച് ചോദിച്ചു, തമ്പച്ചാൻ എന്തിയെ? അന്നേരം പറഞ്ഞു സാധനം വാങ്ങിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് തന്നെ, അതിനകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഗുരുതരമായ പരിക്കെന്ന്. ഞങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലി സ്ഥാനത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുവാനിടയായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു വിടുന്നു. ഞാൻ ജീനാമോളെ വിളിച്ച് പറഞ്ഞു. ജീനാമോള് അവിടെ ഹസ്ബൻഡിൻ്റെ പപ്പയെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ആ പപ്പ ഹോസ്പിറ്റലിൽ വന്നു. ഞങ്ങളെല്ലാവരും വന്നു, പാസ്റ്ററും എല്ലാവരും ജനങ്ങളെല്ലാം കടന്നു വന്നു. ഞങ്ങളൊക്കെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നൊന്തുപോയി. നിങ്ങളെല്ലാവരും പറയാം എൻ്റെ സഹോദരനത് എൻ്റെ ഒരു ചിറകൊടിഞ്ഞതുപോലെയാണ്. എന്നാലേ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 19 ദിവസം എൻ്റെ സഹോദരനെ നോക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നു. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ആർക്കെങ്കിലും ഒരാൾക്ക് കാണാം. ഞാൻ അവരുടെ കാല് പിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ 2 പേരെയും കയറ്റി കാണിച്ചു. എന്നാൽ പിന്നുള്ള ദിവസങ്ങളിലൊന്നും ഞങ്ങളെ വിളിക്കും. ഞങ്ങളാണെങ്കിൽ 2 പേരും പോയി ഐസിയുവിൻ്റെ വാതിലിൽ പോയി രാവിലെയും വൈകിട്ടും അവിടെ ഇരിക്കും. എന്നാൽ ഒരാളെ മാത്രമേ കാണിക്കൂ. ഞാൻ അവരുടെ കാല് പിടിച്ച് ചില ദിവസങ്ങളിൽ ചോദിക്കും, അവരെന്നെ കയറ്റി വിട്ടിട്ടില്ല. എന്നാൽ ഞാൻ ചേച്ചി പറയും, ചേച്ചി പോയി കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് വാ. അങ്ങനെ ചില ദിവസങ്ങൾ എന്നാലേ അങ്ങനെ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെന്റിലേറ്റർ മാറ്റി 2-3 ദിവസം റൂമിലേട്ടാക്കി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞാനന്നേരം ചേച്ചിയോട് പറഞ്ഞു, മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ ദാസനെ ഏർപ്പിച്ചതുപോലെ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞു. ഈ സമയത്തൊന്നും എൻ്റെ മാതാവിനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഇങ്ങനെ ആക്സിഡൻ്റാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ ജോലിക്ക് പോവാമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് ഞാൻ ആ സമയത്ത് വീട്ടിൽ ചെല്ലുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ നോക്കി. അന്ന് ദിവസം ഞാൻ വീട്ടിൽ പോയി. റൂമിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ 4 മണിയായപ്പോൾ ചേച്ചി വിളിച്ച് പറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ട് ഞാൻ പറഞ്ഞു എളുപ്പം ചെല്ല്. അങ്ങനെ ചെന്നപ്പോൾ ICU വീണ്ടും ആക്കി. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ 2 പേരോട് ഇരുന്ന് ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഞങ്ങളോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇച്ചിരി സീരിയസ് ആണ്. അപ്പോൾ ഞങ്ങൾ ആ മാതാവിനോട് ഞങ്ങൾ പറഞ്ഞില്ല, ഒരു ആക്സിഡൻ്റ് ആണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. എന്നാൽ ശനിയാഴ്ച ഞങ്ങൾ രാവിലെ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ മാതാവിനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് മാതാവിനെ, എന്നിട്ടും ഞങ്ങൾ പറഞ്ഞില്ല ആക്സിഡൻ്റ് ആണെന്ന്. മാതാവിനെ വൈകിട്ട് കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ICU കയറ്റി കാണിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ അമ്മാച്ചൻ്റെ അടുക്കെ കൊണ്ടുവന്നു. അമ്മാച്ചൻ്റെ അടുക്ക് വന്നിരുന്നിട്ടാണ് ഞാൻ പറഞ്ഞ, അമ്മ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി. അതിന് മുന്നേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പൊട്ടിക്കരയണമെന്നുണ്ട്. എൻ്റെ മാതാവിൻ്റെ മോഹം കാണുമ്പോൾ ഞാൻ രാവിലെ പോയിട്ട് പൊട്ടിയെ പോലെ ഇങ്ങനെ റോഡ് നീളെ നടന്ന് ഹോസ്പിറ്റലിൽ കയറി വീട്ടിലുമായിട്ട് ഞാനിങ്ങനെ നടന്നു. മാതാവിനെ കാണിച്ച് വീട്ടിൽ വന്ന മാതാവിനോട് പറഞ്ഞ് ഇങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. പലപ്പോഴും ഞാൻ എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. മറ്റേ ബിജു പാസ്റ്റർ പ്രസംഗം ഞങ്ങൾ ദിവസവും കേൾക്കുമ്പോൾ ഞങ്ങൾ പാസ്റ്ററെ കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ
ഞങ്ങൾ ആ പാസ്റ്റർ പ്രസംഗത്തിന് മുന്നേ ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ഞങ്ങളെ പെട്ടെന്ന് അവരൊന്ന് വിളിച്ച് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ കാണിക്കുന്നില്ല, ഞങ്ങളോട് പറഞ്ഞ് സീരിയസാ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ റൂമിൽ തിരിച്ചു വന്ന് ഞാൻ തന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അനേക സഹോദരിമാർ ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, അനേക ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേക സഭകൾ, ഞങ്ങളെ അറിയാത്തവർ, ഞങ്ങളെ എത്രയോ ജനങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം സൗഖ്യം തരുമെന്ന് വിചാരിച്ച് രണ്ടാമത് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ താല്പര്യം വെച്ച ദേശത്ത് ചെന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് സീരിയസ് ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പാസ്റ്ററെ വിളിച്ചത്, പാസ്റ്ററെ എളുപ്പമ്മ ഇതുപോലെ സീരിയസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, ഞങ്ങളുടെ സഹോദരനെ അവിടെ ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. തൻ്റെ ശുശ്രൂഷകളൊക്കെ അവസാനിച്ച് പോയെങ്കിലും ദൈവം ഞങ്ങൾക്ക് ആശ്വാസവും ബലം തരുന്നതിനായി നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയും ചോദിക്കുന്നു. പിന്നെ ആ 19 ദിവസം ഞങ്ങൾ ആശുപത്രി കിടന്ന് അവിടെയുള്ള സാമ്പത്തിക കാര്യങ്ങളെല്ലാം ദൈവം ഞങ്ങൾക്ക് വേണ്ടി അനേക ദൈവമക്കൾ ഞങ്ങളെ സഹായിച്ചു. അവർക്കുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ തരുണത്തെ അറിയിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും